ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വാട്സാപ്പിൽ ഒരു ട്രിക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഉള്ളവരുമായാണ് ചാറ്റ് ചെയ്യുന്നത്. എന്നാൽ കോൺടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്യാത്ത നമ്പറുകളിലേക്ക് എങ്ങനെ വാട്സാപ്പ് മെസ്സേജുകൾ അയക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിനായി ചില ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പക്ഷേ നമ്മൾ ആപ്പുകളൊന്നും ഉപയോഗിക്കാതെ എങ്ങനെയാണ് ഇത്തരത്തിൽ മെസ്സേജുകൾ അയക്കാമെന്നാണ് കാണിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ട്രിക്ക് നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രണ്ട് മെത്തേഡുകളിലൂടെ ഇത് നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഉപയോഗിച്ചും മറ്റൊന്ന് വാട്സാപ്പിൽ നേരിട്ടുമാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡിൽ നമ്മുടെ ഫോണിലെ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം അതിൻ്റെ അഡ്രസ് ബാറിൽ wa.me/ നമ്മൾ ഏത് രാജ്യത്തേക്കാണോ മെസ്സേജ് അയക്കുന്നത് ആ രാജ്യത്തെ കൺട്രി കോഡ് സിംബലുകളൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്യുക. അതിനോട് ചേർന്ന് തന്നെ മൊബൈൽ നമ്പരും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഗോ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ വാട്സാപ്പിലേക്കുള്ള റീഡയറക്ഷൻ പേജിൽ എത്തുന്നതാണ്. ഇവിടെ കണ്ടിന്യൂ ടു ചാറ്റ് എന്ന ബട്ടണിൽ ടച്ച് ചെയ്ത് നമുക്ക് നമ്മൾ നൽകിയ നമ്പറിൻ്റെ ചാറ്റ് റൂമിൽ പ്രവേശിക്കാനാവും. ഇവിടെ നമുക്ക് സാധാരണ രീതിയിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നത് പോലെ ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ ബ്രൗസർ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് വിശ്വാസമുള്ള സുഹൃത്തുക്കളുടെയോ മറ്റോ ചാറ്റ് ഓപ്പൺ ചെയ്ത് അവരുടെ ചാറ്റ് റൂമിൽ നേരത്തെ ടൈപ്പ് ചെയ്തതുപോലെ wa.me/ കൺട്രി കോഡ് പ്ലസ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് മെസ്സേജ് സെൻഡ് ചെയ്യുക. ഇപ്പോൾ ഈ മെസ്സേജ് ഒരു ലിങ്കായി മാറുന്നതാണ്. ഈ ലിങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ നമ്പറിൻ്റെ ചാറ്റ് റൂമിലേക്ക് എത്തിച്ചേരുന്നതാണ്. ശേഷം നമുക്ക് ആ നമ്പറിൽ ചാറ്റ് ചെയ്യാനാവും. അതിനുശേഷം നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത ചാറ്റിൽ നിന്നും ലിങ്ക് ഡിലീറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.